പ്രിയമുള്ളവരെ, ഞാൻ ലളിത പരേഷ്. എല്ലാവർക്കും എൻ്റെ തീർത്ഥം ചാനലിലേക്ക് സ്വാഗതം. ഞാൻ എൻ്റെ കഴിഞ്ഞ വീഡിയോയിൽ മറിയം എന്ന് പറയുന്നതിന് പകരം സാറ എന്ന് പറഞ്ഞു പോയിട്ടുണ്ട്. എല്ലാവരും ക്ഷമിക്കുക. ഈ വീഡിയോയിലേക്ക് കിടക്കാം. നമ്മൾ എപ്പോഴും അറിയുന്ന ഒരു കാര്യമാണ്, അതായത് നമ്മൾ മനുഷ്യൻ ആഗ്രഹിക്കുന്നു, ദൈവം തീരുമാനിക്കുന്നു എന്ന്. അതായത് മാൻ പ്രപ്പോസസ് ആൻഡ് ഗോഡ് ഡിസ്പോസസ് എന്ന്. അങ്ങനെ ഒരു സംഭവം നമ്മുടെ കഥയിലും നടന്നിരിക്കുകയാണ്. മറിയം എന്ന പെൺകുട്ടിയെ സൈലാസിനെ വളരെയേറെ ഇഷ്ടപ്പെടുകയും ആഗ്രഹിക്കുകയും ചെയ്യ പെൺകുട്ടിക്ക് ആ ഒരു ഭാഗ്യം നിഷേധിക്കപ്പെട്ടിരിക്കുന്നു. അവളെ റിച്ച്മണ്ട് എന്ന് പറയുന്ന ഒരു കൂലിവേലക്കാരൻ കല്യാണം കഴിച്ചിരിക്കുകയാണ്. അപ്പോൾ ആ കല്യാണത്തിലൂടെ അവരുടെ ജീവിതം ധന്യമാവുകയോ ചീത്തയാവുകയോ ചെയ്യാൻ സാധിക്കും എന്ന് നമ്മൾ ഊഹിക്കണം. അപ്പോൾ ഈ റിച്ച്മണ്ട് എന്ന് പറയുന്ന ആ കൂലിവേലക്കാരൻ്റെ ജോലി എന്നാൽ, ഈ നല്ല മുഴുത്ത പാറയുണ്ടാകും. ആ പാറയിൽ ഇരുമ്പായുധം കൊണ്ട് തട്ടി നോക്കി അതിൻ്റെ ഹൃദയം തൊട്ടറിഞ്ഞ് അതിൽ സപ്തസ്വരങ്ങൾ ഏതിലെല്ലാം ഉണ്ടെന്ന് കണ്ടുപിടിച്ച് അത് അമ്പലങ്ങൾക്കും ക്ഷേത്രങ്ങൾക്കും പണിയാൻ കല്ല് വെട്ടിയെടുക്കുന്ന ഒരു ജോലിയായിരുന്നു. വളരെ ശ്രമകരമായ ജോലിയായിരുന്നു. അത് അതിബുദ്ധിയുള്ള ആൾക്ക് മാത്രമേ പറ്റുകയുള്ളൂ. കാരണം സപ്തസ്വരങ്ങൾ ലയിച്ച് കിടക്കുന്ന പാറ ഏതെന്നറിയാനുള്ള വൈഭവം ആ മനുഷ്യന് ദൈവം കൊടുത്തിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ അയാൾ ആ പണിയിൽ വളരെ വളരെ വൈദഗ്ധ്യം കാണിച്ച ഒരു വ്യക്തിയായിരുന്നു. അങ്ങനെയുള്ള ഒരു വ്യക്തിക്ക് ഒരു പെണ്ണിൻ്റെ മനസ്സറിയാൻ ഒരുപാട് ബുദ്ധിമുട്ടൊന്നും ഉണ്ടാവുകയില്ലെന്ന് നമുക്കറിയാം. അയാളുടെ മനസ്സിലൂടെ ആ പെണ്ണിൻ്റെ മനസ്സിലേക്ക് കയറി അതെല്ലാം കുത്തി ചോർത്തിയെടുക്കാൻ അയാൾക്ക് വളരെ എളുപ്പം കഴിയുമെന്ന് നമുക്കെല്ലാം മനസ്സിലാക്കണം. നാം എല്ലാം മനസ്സിലാക്കിയിരിക്കേണ്ട ഒരു കാര്യം തന്നെയാണ്. അപ്പോൾ ഈ വിവാഹം എന്ന് പറയുന്നത് മനുഷ്യവർഗത്തെ സംബന്ധിച്ചിടത്തോളം ഒരു പുണ്യകർമ്മം തന്നെയാണെന്ന് നമ്മളെല്ലാം വിശ്വസിക്കുന്നുണ്ട്. അത് അങ്ങനെ തന്നെയാണ്. ആ പുണ്യകർമ്മം എപ്പോഴും മംഗളമായി തന്നെ നടക്കണമെന്നും അതിൻ്റെ പരിസമാപ്തി വളരെ മംഗളമായിരിക്കണം എന്ന് തന്നെയാണ് നമ്മൾ ആഗ്രഹിക്കുന്നത്. ഒരു പെൺകുട്ടിയെ ആയാലും ഒരു ആൺകുട്ടിയെ ആയാലും അച്ഛനമ്മമാർ വളർത്തുമ്പോൾ അവരിലേക്ക് നമ്മൾ നല്ല കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കണം. അതായത് ജീവിതം എന്നത് ഒരു നേർരേഖയല്ലെന്നും അത് ദുർഘടം പിടിച്ച കല്ലും മുള്ളും പാറയും ഒക്കെ നിറഞ്ഞ തിരക്ക് പിടിച്ചിയ ഒരു ഇടുങ്ങിയ പാതയാണെന്നും ആ പാതയിലൂടെ സഞ്ചരിക്കുമ്പോൾ ഒരുപാട് ബുദ്ധിമുട്ടുകൾ സഹിക്കുകയും ക്ഷമിക്കുകയും പൊറുക്കുകയും വേണമെന്ന് നമ്മൾ മക്കൾക്ക് പറഞ്ഞു കൊടുക്കുകയും വേണം. എങ്കിൽ മാത്രമേ അവരുടെ ഒരു ജീവിതം അവർക്ക് ധന്യമാക്കാൻ പറ്റുകയുള്ളൂ. ഏതൊരു ജീവിതത്തിലും ഏതൊരു കുടുംബത്തിലും നന്മയുള്ളൊരു കുടുംബം വളർന്നിട്ടുണ്ടെങ്കിൽ ആ കുടുംബത്തിൻ്റെ ആ നന്മയ്ക്ക് പിന്നിൽ ഒരു സ്ത്രീ ഉണ്ട് എന്നത് ലോകം അംഗീകരിച്ച ഒരു തത്വമാണ്. അതേ, നല്ല ഒരു ഫാമിലി എന്ന് പറയുന്നത് ഒരു സ്ത്രീയുടെ ഒരു സ്ത്രീയുടെ മനസ്സിൻ്റെ ഗുണം തന്നെയാണ്. സ്ത്രീകൾ തന്നെയാണ് നല്ല കുടുംബം ഉണ്ടാക്കാൻ പരിശ്രമിക്കുന്നത്. അങ്ങനെ നല്ല കുടുംബം സ്ത്രീ ഉണ്ടാക്കും എന്ന ഒരു വെറും വ്യാമോഹത്തോടെ പുരുഷന്മാർ ജീവിച്ചാൽ അത് നടക്കുകയില്ല. സ്ത്രീയെ അംഗീകരിക്കുകയും മാനിക്കുകയും സ്നേഹിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യുമ്പോൾ മാത്രമാണ് രണ്ടുപേരും ഒരേ സ്വരത്തിൽ എല്ലാം പങ്കിട്ട് എല്ലാ കാര്യങ്ങളും പങ്കിടുകയും സ്നേഹിക്കുകയും തെറ്റുകൾ തിരുത്തുകയും അങ്ങനെ എല്ലാം മുമ്പോട്ട് ജീവിക്കുമ്പോൾ മാത്രമാണ് ഒരു നല്ല കുടുംബം ഉണ്ടാകുന്നത്. കുടുംബം എന്നത് പറയുന്നത് ഒരു മഹത്തായ ഉത്തമമായ ഒരു കാര്യം തന്നെയാണ്. അതായത് ഫാമിലി ഈസ് എ ഡിസൈറിങ് ഫാക്ടർ. അപ്പോൾ അങ്ങനെ ഒരു കുടുംബത്തിൽ നമ്മൾ ഉണ്ടാകുമ്പോൾ കുറേ പണമുണ്ടായെന്നും ആ പണമുള്ള ഒരു കുടുംബത്തിൽ ഒരു ആൺകുട്ടി ജനിക്കുമ്പോൾ എല്ലാമായെന്നും ഉള്ളൊരു വിശ്വാസം നമ്മുടെ ആളുകളിൽ പലപ്പോഴും ഉണ്ടാകാറുണ്ട്. അത് ഒരു സാമാന്യ തത്വം തന്നെയാണ്. അങ്ങനെയല്ല, പണവും ഒരാൺകുട്ടിയുമായാലും ശരി, ആ കുട്ടിയെ വളർത്തേണ്ടതുപോലെ വളർത്തുമ്പോൾ അവനിലേക്ക് ആണായാലും പെണ്ണായാലും കുട്ടികളിലേക്ക് നല്ല കാര്യങ്ങൾ ഇട്ട് കൊടുക്കുമ്പോൾ മാത്രമാണ് അവർ നല്ലവരായി സമൂഹത്തിന് പ്രാപ്തരായി വളരുന്നത്. അതായത് ഒരു വിവാഹ ജീവിതം തുടങ്ങുന്നത് ഒരു ജീവിതത്തിൻ്റെ ആദ്യത്തെ സ്റ്റെപ്പാണ്. ആ സ്റ്റെപ്പിലൂടെ നമ്മൾ നടക്കുമ്പോൾ അത് നല്ലതാവാൻ തന്നെ
എല്ലാവരും പ്രവർത്തിക്കണം. ദൈവം ഒരു സൃഷ്ടി നടത്തുമ്പോൾ, അതായത് പെണ്ണിന് വൈഭവം ഉണ്ടെന്നും ആണിന് വൈഭവം കുറവാണെന്നും ഒന്നും അല്ല പറയുന്നത്. പെണ്ണിന് വേണ്ടുന്നത് പെണ്ണിനിട്ട് കൊടുത്തും ആണിന് വേണ്ടുന്നത് ആണിനിട്ട് കൊടുത്തും ആ വിത്തും വളവും ഇട്ട് വളരാൻ അനുവദിച്ചും തന്നെയാണ് ഓരോരുത്തരും അവരുടെ മക്കളെ വളർത്തേണ്ടത്. അപ്പോൾ നമ്മളിപ്പം ഒരു ജന്മം ഒരു സൃഷ്ടി നടത്തുമ്പോൾ നമ്മുടെ ഗുരുദേവൻ പറഞ്ഞിട്ടുണ്ട്, മണ്ണും ജലം കനലും അമ്പരമോടു കാറ്റും എണ്ണിപ്പിടിച്ചറയിലിട്ടിരിയും കൊളുത്തി ദണ്ഡപ്പെടുത്തുമൊരു ദേവത പോലെ വന്നൻ പിണ്ടത്തിനന്ന് അമൃതു നൽകി വളർത്ത ശംഭോ. അതേ, ദൈവം ഒരു സൃഷ്ടി നടത്തുമ്പോൾ പഞ്ചഭൂതങ്ങളെ കൊണ്ടാണ് ദൈവം ഒരു സൃഷ്ടി നടത്തുന്നത്. മണ്ണ്, ജലം, കാറ്റ്, കനല്, അമ്പരം. ഇതിനെല്ലാം ശരിയായ അനുപാതത്തിൽ ചേർത്ത് വേണ്ട പോലെ ചാലിച്ച് ചേർത്ത് തന്നെയാണ് ദൈവം ഒരു സൃഷ്ടി നടത്തുന്നത്. ആ സൃഷ്ടി നടത്തുമ്പോൾ ഒരു പെൺകുട്ടിയെ സൃഷ്ടിക്കുമ്പോൾ അതിൽ വേണ്ട എന്തെല്ലാമോ വിത്തുകൾ പാകണമോ അതെല്ലാം പാകിയും, ഒരു പുരുഷനെ സൃഷ്ടിക്കുമ്പോൾ അതിൽ വേണ്ടത് വിത്തുകൾ പാകിയും അതിൽ വെളിച്ചവും ആഹാരമാകുന്ന അമൃതും നൽകി തന്നെയാണ് ദൈവം ഒരു സൃഷ്ടി നടത്തുന്നത്. നമ്മൾ മനുസ്മൃതിയിൽ മനു എന്ന മഹാമുനി പറഞ്ഞിട്ടുണ്ട് ഒരു ഭാര്യക്കുണ്ടാകേണ്ട ഗുണങ്ങൾ എന്തൊക്കെയാണെന്ന്. അതായത് കാര്യേഷു മന്ത്രി, കർമ്മേഷു ദാസി, വദനേഷു ലക്ഷ്മി, സ്നേഹേഷു മാതാ, ശയനേഷു വേശ്യ, ക്ഷമയാ ധരിത്രി. ഈ 6 ഗുണങ്ങളും ഒരു സ്ത്രീയിൽ അല്ല ഒരു ഭാര്യയിൽ ഉണ്ടാകണമെന്ന് ആ മഹാമുനി പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ ഒരു ഭാര്യയിൽ ഈ ഗുണങ്ങളെല്ലാം ഉണ്ടാകണമെങ്കിൽ അതിൻ്റേതായ വിത്തുകൾ ആദ്യം തന്നെ ഒരു സ്ത്രീയുടെ ഒരു പെൺകുഞ്ഞിൻ്റെ ജന്മത്തിൽ തന്നെ ഇടേണ്ടുന്നത് അത്യാവശ്യമാണ്. അങ്ങനെ ദൈവം അതെല്ലാം ഇട്ട് തന്നെയാണ് ഒരു പെൺകുഞ്ഞിനെ ജനിപ്പിക്കുന്നത്. ആ ഗുണങ്ങളെല്ലാം പിന്നീട് ജീവിത സാഹചര്യത്തിലൂടെ വളർത്തിയും അതിനെ പ്രാപ്തമാക്കിയും നമ്മൾ പ്രതിഫലിപ്പിക്കുമ്പോഴാണ് ഈ ഗുണങ്ങളെല്ലാം ഒരു പെൺകുട്ടിയിൽ അല്ലെങ്കിൽ ഒരു സ്ത്രീയിൽ ഉണ്ടാകുന്നത്. അതുപോലെ തന്നെ ഒരു പുരുഷനിൽ പൗരുഷത്വവും ശക്തിയും നല്ലതുപോലെ നൽകി ദൈവം സൃഷ്ടിക്കുന്നു എന്ന് നമ്മളെല്ലാം മനസ്സിലാക്കേണ്ട കാര്യമാണ്. അപ്പോൾ ഓരോരുത്തർക്കും പുരുഷനായാൽ പുരുഷന് വേണ്ടുന്നതും സ്ത്രീയായാൽ സ്ത്രീക്ക് വേണ്ടുന്നതും എല്ലാം ദൈവം സൃഷ്ടിയിൽ തന്നെ നടത്തുന്നുണ്ട്. അതുകൊണ്ട് പുരുഷന് ആ ഒരു പൗരുഷവും എന്ന ഭാവം ഒരു സ്ത്രീയെ അടിച്ചമർത്താനോ അവളെ വേണ്ടാത്തതിനെല്ലാം ശകാരിക്കാനോ ഒന്നും ഉള്ളതല്ല എന്ന് ഒരു പുരുഷൻ മനസ്സിലാക്കണം. ഒരു ജീവിതം തുടങ്ങുമ്പോൾ ആ ജീവിതത്തിൽ രണ്ടുപേരും ഐക്യ പങ്കാളികളാണെന്നും രണ്ടുപേരും സ്നേഹിക്കേണ്ടടുത്ത് സ്നേഹിക്കുകയും ബഹുമാനിക്കേണ്ടത് ബഹുമാനിക്കുകയും ചെയ്യണമെന്ന ബോധം രണ്ടുപേർക്കും ഉണ്ടാകുമ്പോൾ സ്ത്രീ ഒരിക്കലും അടിച്ചമർത്തപ്പെടുന്ന ഒരു വ്യക്തിയായി മാറുകയില്ല. ഒരു സ്ത്രീ ഉണ്ടെങ്കിൽ മാത്രമേ ഒരു കുടുംബത്തിൽ ആ കുടുംബം നല്ലതുപോലെ മുന്നോട്ട് പോകൂ എന്ന് നമ്മൾ മനസ്സിലാക്കണം. അപ്പോൾ അങ്ങനെ ആ മനുസ്മൃതിയിൽ പറഞ്ഞ ഒരു ഉത്തമമായ ഭാര്യ ഉണ്ടാകണമെങ്കിൽ ഒരു കുട്ടി ജനിച്ചു കഴിയുമ്പോൾ ആ കുട്ടിയിലുള്ള ഈ ഗുണങ്ങളെല്ലാം സാഹചര്യമനുസരിച്ച് അവരിലേക്ക് എത്തിക്കാൻ നമ്മൾ അച്ഛനമ്മമാർ ശ്രമിക്കണം. അങ്ങനെ നല്ല കുട്ടികളായി വളർത്തിയാൽ മാത്രമേ ഒരു കുടുംബത്തിലെ നല്ല മനുഷ്യരായി ഒരു പെണ്ണിനും ആണിനും ജീവിക്കാൻ കഴിയുകയുള്ളൂ എന്ന കാര്യം സത്യമുള്ള കാര്യമാണ്. എല്ലാവരും മറന്നു പോകരുത്. അപ്പോൾ നമ്മുടെ ഈ റിച്ച്മണ്ട് എന്ന ആ വ്യക്തിയിൽ സംശയരോഗം വല്ലാതെ ഉണ്ടാവുകയാണ്. സ്ത്രീ അടിച്ചമർത്തപ്പെടേണ്ടവളാണ് എന്നൊരു ബോധം അയാൾക്ക് മനസ്സിൽ വല്ലാതെ ചാടിത്തിമിർക്കുന്നുണ്ടായിരുന്നു. അതിനേക്കാളുപരി സൈലാസ് എന്ന വ്യക്തിയുമായി ഈ മറിയത്തിന് എന്തൊക്കെയോ സ്നേഹമുണ്ടെന്ന് അയാൾ വിശ്വസിച്ചു. അത് ചൂഴ്ന്നെടുക്കാൻ കല്ലിൻ്റെ അലിഞ്ഞു കിടക്കുന്ന സപ്തസ്വരങ്ങൾ തട്ടി നോക്കി മനസ്സിലാക്കാൻ കഴിയുന്ന ആ വ്യക്തിക്ക് ആ പാവം മറിയമെന്ന പെൺകുട്ടിയിൽ ഉള്ള ഭാവങ്ങൾ ചോർത്തിയെടുക്കാൻ ഒരുപാട് ദിവസങ്ങളും വേണ്ടി വന്നില്ല. അയാൾ അതെല്ലാം കാലക്രമത്തിൽ സ്നേഹം അഭിനയിച്ച് വളരെ ചുരുങ്ങിയ കാലം കൊണ്ട് മറിയത്തിൻ്റെ മനസ്സിലുള്ളതെല്ലാം കുത്തി ചോർത്തി എടുത്തു. പാവം മറിയ അതൊന്നും അറിഞ്ഞില്ല. സ്നേഹത്തോടെ കിട്ടിയ ജീവിതം നല്ലതുപോലെ നന്മയോടെ ജീവിക്കണമെന്ന ഒരു ബോധം അവൾക്കുള്ളതുകൊണ്ട് അവൾ അതെല്ലാം വളരെ തന്മയത്വമായി തന്നെ നേരിടാൻ തീരുമാനിച്ചു. ബാക്കി കാര്യം ഞാൻ പിന്നീട് പറയാം. നന്ദി, നമസ്കാരം.